ഇപ്പൊ പ്രതികൂലത്തിലേക്ക് നീക്കം ഇതതില്ല, അനുകൂല. വടക്ക് ശ്രദ്ധിച്ചോളൂ. വേണം കിഴക്കോട്ട്, വേണ്ട പടിഞ്ഞാട്ട്, വേണമെങ്കിൽ തെക്കോട്ട്, അരുത് വടക്കോട്ട്. ഉത്തമം പൂർവം, മധ്യമം ദക്ഷിണം, അധമം പശ്ചിമം, അധമാധമം ഉത്തരം. ഈ പ്രമാണം കേട്ട അപ്പോ ഇത് ഹിന്ദുക്കൾക്ക് മാത്രമാണ്. ക്രിസ്ത്യാനി കടന്നാലും തന്നെയാണ്, മുസ്ലിം കടന്നാലും തന്നെയാണ് അനുഭവം. ഇത് ലോകത്തിലെ മുഴുവൻ ആവശ്യമുള്ളതാണ്, സാഹിബിന് ആവശ്യമുള്ളതാണ്. പത്രക്കാരെ എഴുതാൻ ഉണ്ടാക്കില്ല. വേണ്ട, നമുക്കിങ്ങനെ വായോട് വായ പറഞ്ഞ് ഈ സന്ദേശം പരത്താം. ഇന്ന് ഇത് കണ്ട ആളുകള് അവരവരുടെ ഭവനങ്ങളിൽ കിഴക്കോട്ടല്ലാതെ കിടക്കാനുള്ള സംവിധാനം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാറ്റണം. ഒരിക്കലും വടക്കോട്ട് തലവെച്ച് കിടക്കരുത്. സയന്റിഫിക് ഔട്ട്ലുക്കുള്ള ഒരാളായിരുന്നു എൻ്റെ ഫാദറിനിലോ. അദ്ദേഹം മരിക്കുന്നത് വരെ വടക്കോട്ട് തലവച്ചേ കിടന്നിട്ടുള്ളൂ. മനസ്സൊയിരം അനുഭവിച്ചിട്ടുമില്ല. എൻ്റെ ഭാര്യയായിട്ട് അദ്ദേഹത്തിൻ്റെ മകളായിട്ട് എന്നും തെറ്റായിരുന്നു. എനിക്ക് സഹതാപം തോന്നാറുണ്ട്. കിഴക്കോട്ട് തലവച്ച് 10 ദിവസം കിടന്നിട്ട് മരിച്ചിരുന്നെങ്കിൽ. ചെയ്തിട്ടില്ല അദ്ദേഹം. മരിക്കുന്ന ദിവസം കൂടിയും വടക്കോട്ട് തലവച്ചാക്കണം. ശാസ്ത്രീയ വീക്ഷണത്തിൻ്റെ ഫലം. എനിക്ക് ഈ സംഘടനയുടെ പേരിൽ സയന്റിഫിക് എന്നുള്ള പേര് കേട്ടപ്പോൾ ഒരു പേടി. എനിക്ക് ആ വാക്കിനോട് അത്രമാത്രം ഒരു അവഹേളനം വന്നിരിക്കുകയാണ്. എന്തൊരു കഷ്ട. നമ്മുടെ ഇന്നത്തെ വീക്ഷണത്തിൻ്റെ വൈകല്യം. കണ്ടതേ വിശ്വസിക്കാവൂ, പക്ഷെ സായിപ്പ് പറഞ്ഞാൽ കാണാത്തതും വിശ്വസിക്കാം. ബിഗ് ബാങ് തിയറി സായിപ്പ് പറഞ്ഞിട്ടുണ്ട്, അപ്പൊ വിശ്വസിക്കാം. മഹർഷിമാർ പറഞ്ഞ കാലത്ത് വിശ്വസിക്കാമായിരുന്നില്ല. ബിന്ദുവിൽ സ്ഫോടം സംഭവിച്ചു എന്ന് മഹർഷിമാർ പറഞ്ഞപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സായിപ്പ് ബിഗ് ബാങ് തിയറി പറഞ്ഞപ്പോൾ വിശ്വസിക്കാറായി. ഊർജവും ദ്രവ്യവും പരസ്പരം മാറ്റാവുന്നതാണെന്ന് മഹർഷിമാരെന്നേ പറഞ്ഞിട്ടുണ്ട്, വിശ്വസിച്ചിട്ടില്ല. എനർജി ആൻഡ് മാറ്റർ ആർ ഇന്റർചേഞ്ചബിൾ എന്ന് സായിപ്പ് പറഞ്ഞപ്പോഴേ പിന്നെ കാണുമൊന്നും വേണ്ട. മാറ്റർ ഈസ് എ ഡെറിവേറ്റീവ് ഓഫ് കോൺഷ്യസ്നെസ് എന്നൊരു സായിപ്പ് പറഞ്ഞു. എല്ലാവർക്കും വിശ്വാസമാണ്. ദ്രവ്യം മാനസികാവസ്ഥയുടെ ഒരു രൂപഭേദം മാത്രമാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക ആ വാചകത്തിന്റെ ശക്തി. ഇത് മഹർഷിമാര് പറഞ്ഞിരുന്നെങ്കിൽ വിശ്വസിക്കില്ല, സായിപ്പ് പറഞ്ഞ വിശ്വാസം. ഇനി ഇപ്പൊ ഹൗസിംഗ് റോഡ്സുകളിൽ കാണുന്ന കാര്യങ്ങള് സായിപ്പ് പറഞ്ഞിട്ട് വേണ്ടി വരും പലർക്കും വിശ്വസിക്കാൻ. ഞാനിപ്പോൾ ഇതിൽ പരിശ്രമം നടത്താൻ നിശ്ചയിച്ചിരിക്കുക. ഓസ്ട്രേലിയയിലേക്കൊന്ന് പോവുക ഈ ജനുവരിയിൽ. 10 സായിപ്പിനെ കൊണ്ട് നിന്ന് പറയിപ്പിച്ച് കിട്ടിയാൽ നമ്മുടെ ആളുകൾക്ക് വളരെ സമാധാനം കിട്ടും. ഒരു പരീക്ഷണം നടത്താം. അമേരിക്കയിലേക്ക് എൻ്റെ മകൾ അമേരിക്കയിലുണ്ട്, പക്ഷെ അമേരിക്കയിലേക്ക് പോകാൻ കാശ് കൂടുതൽ വേണം. വിമാനക്കൂലി മാത്രം കൊടുത്താൽ ഒരു മാസം അവിടെ സൗജന്യമായിട്ട് ചിലവിനെ ഏർപ്പെടുത്തി തരാമെന്ന് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ പോവുക. ഒരു സായിപ്പിനെ കൊണ്ടൊരു പ്രഖ്യാപനം നടത്തി കിട്ടിയാൽ ചിലപ്പോൾ രക്ഷയുണ്ടാവും. സയന്റിഫിക് ഔട്ട്ലുക്കുകാരൊക്കെ ഒരു സമാധാനം ഉണ്ടാവും. ഇപ്പൊക്കെ ബുദ്ധിമുട്ടാണ്. ഇയാൾ തിരിക്കണ്ടോ പിടിക്കണ്ടോ? ഇത് കനേഡിയൻ കമ്പനിക്കാരുണ്ടാക്കിയതാണ്. ആ കമ്പനി തന്നെ പറയേണ്ട മാനസികാവസ്ഥയും ഒക്കെ ഇതിന് ബാധകമാണെന്ന്. എന്നാലും ഭാരതീയ ആചാരങ്ങൾ ശാസ്ത്രദൃഷ്ട്യാ സാധുവാണെന്ന് സായിപ്പ് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് വിശ്വസിക്കണം? അതുപോട്ടെ, നമുക്ക് ഭക്ഷ്യവസ്തുക്കൾ അടുത്തത്. യാതൊരു സംശയമില്ല, മനോഹരമായിട്ടുള്ളൊരു മുരളീഗാനം പൊഴിക്കുന്ന കൃഷ്ണൻ